ഹായ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു യാത്രാ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ യാത്ര കവർഷാം വൈൽഡ് ലൈഫ് പാർക്കിലേക്കാണ്. പെർത്തിൽ നിന്നും ഏകദേശം അരമണിക്കൂർ യാത്ര ചെയ്താൽ ഈ പാർക്കിൽ നമുക്ക് എത്തിച്ചേരാം. ഇവിടെ 200-ലധികം സ്പീഷീസിലുള്ള 2000-ഓളം ആനിമൽസ് ഉണ്ട്. ഓസ്ട്രേലിയൻ വന്യജീവികളെ അടുത്ത് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ച സ്ഥലങ്ങളിൽ ഒന്നാണിത്. പാർക്കിൽ പ്രവേശിക്കുമ്പോൾ തന്നെ പ്രകൃതി സൗന്ദര്യവും സമാധാനപരമായ ഒരു അന്തരീക്ഷം നമുക്ക് അനുഭവപ്പെടും. വലിയൊരു കൊമേഴ്ഷ്യൽ സൂ പോലെയൊന്നുമല്ല, ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയ സൗകര്യപ്രദമായ ഒരു സ്ഥലമാണിത്. ഈ പാർക്കിൽ മയിൽ മനുഷ്യനെ ഭയക്കാതെ സമാധാനത്തോടെ നടക്കുന്നത് നമുക്ക് കാണാം. കുട്ടികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും ഇത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ്. മറ്റൊരു സുന്ദരമായ കാഴ്ചയാണ് ഇവിടുത്തെ തത്തകൾ. ഇവിടെ ഒരാൾ നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നു. ആൾക്കാർ വരുന്നതും പോകുന്നതും ഫോട്ടോ എടുക്കുന്നതും ഒന്നും ആളെ ബാധിക്കുന്നതേ ഇല്ല. ഇതാണ് ട്രീ കങ്കാരു. ആള് വേറെ ഏതോ കാഴ്ചയിൽ മുഴുകിയിരിക്കുകയാണ്. ഇതിനു പുറമെ പലതരത്തിലുള്ള പക്ഷികൾ, വോംബാറ്റ്, ഇമു, വാലമ്പി, ഡിങ്കോ, ടാസ്മാനിയൻ ഡെവിൽ തുടങ്ങി നിരവധി വന്യജീവികളെ ഇവിടെ കാണാം. ഓരോ എൻക്ലോഷറിനൊപ്പം വിവര ബോർഡുകൾ ഉണ്ടാകുന്നതിനാൽ അവയുടെ സ്വഭാവം, ഭക്ഷണം, ആവാസ വ്യവസ്ഥ എന്നിവയെക്കുറിച്ച് അറിയാൻ കഴിയും. ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണം കങ്കാരുക്കളാണ്. ഇവിടെ നമുക്ക് കങ്കാരുക്കളുടെ തുറന്ന എൻക്ലോഷറിനുള്ളിൽ നടക്കാനും സ്വന്തം കൈകൊണ്ട് അവയ്ക്ക് ഭക്ഷണം കൊടുക്കാനും കഴിയും. പല നിറത്തിലും വലുപ്പത്തിലുള്ള കങ്കാരുക്കളെ നമുക്കിവിടെ കാണാം. ഓസ്ട്രേലിയയുടെ ദേശീയ ചിഹ്നമായ കങ്കാരുവിനെ ഇത്ര അടുത്ത് കാണാൻ സാധിക്കുന്നത് വളരെ വ്യത്യസ്തമായൊരു അനുഭവം തന്നെയാണ്. ഇത് ഒരു കൂട്ടം കാട്ടു താറാവുകളാണ്. പാർക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് ഇവയെ കാണാൻ കഴിയും. ഇതാണ് ഓസ്ട്രേലിയൻ വൈറ്റ് ഐബീസ്. ഓസ്ട്രേലിയയുടെ ഒരു നേറ്റീവ് ബേർഡാണിത്. കറുത്ത നീളം ചുണ്ടുകളാണ് ഇതിന്റെ സവിശേഷത. അടുത്ത പ്രധാന ആകർഷണം ഇവിടുത്തെ കോലയാണ്. മൃഗങ്ങളെ കൂടാതെ ഇവിടെ കുറേ റെപ്റ്റൈൽസിനെ പാർപ്പിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് കാർപ്പറ്റ് പൈത്തോൺ എന്നറിയപ്പെടുന്ന പാമ്പ്.
വന്യമൃഗങ്ങളെ കൂടാതെ ഫാം ആനിമൽസിനെ നമുക്കിവിടെ കാണാൻ കഴിയും. മോളീസ് ഫാം എന്നാണ് ആ സെക്ഷൻ്റെ പേര്. ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു യാത്രയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.